ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പാചക വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്, പകരം ചുമ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ആടലോടകം. ആടലോടകത്തിന്റെ ഇല കൊണ്ടുള്ള ഒരു വാട്ടറും അതുപോലെ ഒരു പൊടിയുമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ആടലോടകത്തിന്റെ ഇല കൊണ്ടുള്ള ഒരു വാട്ടറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് കഴുകി വൃത്തിയാക്കിയ 2 ആടലോടകത്തിന്റെ ഇല നമുക്ക് ഇട്ടുകൊടുക്കാം. കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതങ്ങനെ ഇട്ടുകൊടുത്താൽ മതി. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ തന്നെ അതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. ഏകദേശം 2 ഗ്ലാസ് വെള്ളമാണ് വെക്കുന്നത് എങ്കിൽ 1 ഗ്ലാസ് വെള്ളമാകുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ആ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ എത്രയാണ് വെള്ളം വെക്കുന്നത് അതിന് നേർ പകുതിയാക്കി എടുക്കണം. അതിനുശേഷം ഇത് ചെറു ചൂടോടു കൂടിയാണ് നമ്മളിത് കുടിക്കേണ്ടത് കേട്ടോ. കുട്ടികൾക്ക് കുടിക്കാൻ ചിലപ്പോൾ ഇതിന് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഒരു കയ്പ് ചുവ ഉള്ളത് കൊണ്ട്. വലിയൊരു ഇത് കുടിക്കുകയാണെങ്കിൽ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ചുമ മാറി കിട്ടുന്നതായിട്ട് അനുഭവപ്പെടും. അപ്പോൾ എല്ലാവരും ചുമ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപോലെ കൊടുക്കാൻ കഴിയുന്ന ഒരു പൊടിയാണ്. ആടലോടകത്തിന്റെ ഇലയും അരിയൊക്കെ വറുത്തിട്ടുള്ള ഒരു പൊടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് അരി എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് കുരുമുളക്, കൽക്കണ്ടം, കുറച്ച് ചെറിയ ജീരകം, ചുക്ക് എന്നിവയ്ക്കാണ് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. ഇതൊക്കെ കൂടി നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി വറുത്ത് തണിഞ്ഞതിന് ശേഷം ഇത് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ട് പാത്രം ചൂടായതിലേക്ക് നമുക്ക് ആദ്യം അരി ഇട്ട് കൊടുക്കാം. അരി ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ അരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഏകദേശം ഒരളവാണിത്. അരിയിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കിയ ആടലോടകത്തിന് 2 ഇല ചെറിയ പീസായിട്ട് ഇട്ടുകൊടുക്കാം. അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അരി പ്രത്യേകം കരിഞ്ഞു പോവാതെ വേണം വറുത്തെടുക്കാൻ. കരിഞ്ഞു പോയാൽ അതിനൊരു കയ്പ് ചുവ വരും. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എന്നാലും എൻ്റെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഒക്കെ കൂടി നന്നായിട്ട് നിന്ന് വറുത്തെടുക്കണം. ഇനി ഇത് തണിഞ്ഞതിന് ശേഷം നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ചുക്ക് കൂടി ചേർക്കാനുണ്ട്. ചുക്ക് ഒരു കല്ലിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ചുക്ക് കൂടി ഇട്ടെടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഒരു പാകം പൊടിഞ്ഞു വരുന്നതിന് ശേഷം നമുക്കിതിലേക്ക് കൽക്കണ്ടം കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ. ഇനി ഇത് കഴിക്കേണ്ട വിധമാണെങ്കിൽ വലിയവർക്കാണെങ്കിൽ 1 ടീസ്പൂൺ, കുട്ടികൾക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ രാവിലെയും വൈകുന്നേരവും കഴിക്കുക. ആ ഒരു രീതിയിലാണ് നമ്മളിത് കഴിക്കേണ്ടത്. ഏകദേശം ഒരു 4-5 ദിവസം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ചുമ നന്നായിട്ട് മാറി കിട്ടും. അപ്പോൾ ചുമ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്